സോ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ 2 സെഷൻസ് കഴിഞ്ഞു. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നെക്സ്റ്റ് ടോപ്പിക് ആണ്. കഴിഞ്ഞ ടോപ്പിക്കുകളിൽ നമ്മൾ പറഞ്ഞത് ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ ഫ്ലൂയിഡ് ടൈപ്സ്, അതിന്റെ നോമൻക്ലേച്ചർ, അതിന്റെ പേര്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്, പിന്നെ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇത്തരം കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്, പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്. നമ്മുടെ സിലബസിൽ പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് നോക്കാം. പ്രഷറുമായി ബന്ധപ്പെട്ടിട്ട് ഫണ്ടമെന്റൽ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതെന്തൊക്കെയാന്ന് നോക്കാം. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനേഷൻ എന്താണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ അതാണ് അതിന്റെ ഫണ്ടമെന്റൽ ഡെഫിനേഷൻ. F/A എന്ന് എഴുതും. ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലെ. ഇനി പ്രഷറിന്റെ യൂണിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറയും പാസ്കൽ അല്ലെ. നമ്മൾ പാസ്കലാന്ന് നമുക്കറിയാം. പാസ്കലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇത് രണ്ടും എല്ലാവർക്കും അറിയാം. പാസ്കലാന്ന് പറയാം, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയാം. സ്ക്രീൻ നോക്കിയാലേ തംസപ്പ് ചെയ്തേ. അപ്പൊ പ്രഷറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് പാസ്കൽ. നോൺ ആസ് പാസ്കൽ, നോൺ ആസ് പാസ്കൽ. മിസ്സായിപ്പോയുടെ. ഇനി മറ്റൊരു യൂണിറ്റ് ആണ് എന്ത്? ബാർ. ഓക്കെ, ബാർ പ്രഷറിന്റെ മറ്റൊരു യൂണിറ്റ് ആണ്. 1 ബാർ എന്ന് പറയുന്നത് എത്രയാണ്? 1 ബാർ ഈസ് ഈക്വൽ ടു 10⁵ പാസ്കലാണ്. 1 ബാർ ഈസ് ഈക്വൽ ടു 10⁵ പാസ്കൽ. ഇതപ്പോ അങ്ങ് മാറിപ്പോയത് ചിലർക്ക് മാറിപ്പോകാറുണ്ട്. അതായത് 1 പാസ്കൽ ഈസ് ഈക്വൽ ടു 10⁵ ബാർ എന്നൊക്കെ മാറി പഠിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ മാറിപ്പോണവർക്കൊരു ചെറിയൊരു ട്രിക്ക്, ഒരു ഓർത്തിരിക്കാൻ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. 1 ബാർ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ബാർ കൺസിഡർ ചെയ്യാം. ഒരു ബാർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മദ്യം വിൽക്കുന്ന സ്ഥലം, ബാർ അല്ലെ. ആ ബാറില് എന്തുണ്ട്? ആ ബാറില് ഫുള്ള് ഈ പാസ്കൽ എന്ന് പറയുന്നതാണ് സയന്റിസ്റ്റ് ആണല്ലേ, ഒരു സയന്റിസ്റ്റ് പേരാണ്. 10⁵ സയന്റിസ്റ്റുമാരുണ്ട് എന്ന് ഓർത്തിരുന്നാൽ മതി. 10⁵ എന്ന് പറഞ്ഞാൽ 1,00,000 ആയി അല്ലെ. അപ്പൊ 10⁵ സയന്റിസ്റ്റുമാർ ഒരു ബാറിലുണ്ടെന്ന് ഓർത്തിരിക്കുക. അപ്പൊ 10⁵ പാസ്കൽ. ഓക്കെ, 1 ബാർ ഈസ് ഈക്വൽ ടു 10⁵ പാസ്കൽ. അങ്ങനെ ഓർത്തിരിക്കുക. അതായത് ഇനി മറന്നു പോവാണെങ്കിലുള്ള ടെക്നിക്ക് മാത്രമാണ് കേട്ടോ. ദെൻ വേറെ യൂണിറ്റുകൾ ഉണ്ട്. PSI പറയും, നമ്മൾ ഉപയോഗിക്കാറുള്ള ബ്രിട്ടീഷുകാർ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ്. കിലോഗ്രാം ഫോഴ്സ് പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയും. അതും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ ഇതൊക്കെയാണ് പ്രഷറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഹൈറ്റ് ഓഫ് ഫ്ലൂയിഡിന്റെ ടൈമിലും പറയാൻ പറ്റും. ഹൈറ്റ് ഓഫ് ഫ്ലൂയിഡ് 1 കിലോഗ്രാം ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. 1 കിലോഗ്രാം ഫോഴ്സ് എന്ന് പറയുന്നത് 9.81 ന്യൂട്ടൺ ആണ്. ഓക്കെ, ഫോഴ്സിന്റെ മറ്റൊരു യൂണിറ്റ് അത്. ന്യൂട്ടൺ ആണല്ലോ ഫോഴ്സിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്. വേറൊരു യൂണിറ്റ് ആണ് എന്ത്? കിലോഗ്രാം ഫോഴ്സ്. കിലോഗ്രാം ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ 1 കിലോഗ്രാം ഫോഴ്സ് എന്ന് പറയുന്നത് 9.81 ന്യൂട്ടൺ ആണ്. 9.81 ന്യൂട്ടൺ. അപ്പൊ അത് ചോദിക്കും ചിലപ്പോ. പിന്നെ പ്രഷർ നമുക്ക് ഹൈറ്റ് ഓഫ് ഫ്ലൂയിഡിന്റെ ടൈമിലും പറയാൻ പറ്റും. അതായത് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത് 10.3 മീറ്റേഴ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. 10.3 മീറ്റേഴ്സ് ഓഫ് വാട്ടർ. ഓക്കെ, അല്ലെങ്കിൽ 786 mm ഓഫ് Hg. അതായത് മെർക്കൂറിയുടെ ഹൈറ്റിന് പറഞ്ഞു കഴിഞ്ഞാൽ 786. ഇങ്ങനെയൊക്കെ നമുക്ക് പല മീറ്റർ ഓഫ് വാട്ടർ. അപ്പൊ ഹൈറ്റ് ഓഫ് ഫ്ലൂയിഡിന്റെ ടൈമിലും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രഷർ പറയാൻ പറ്റും. അപ്പൊ യൂണിറ്റ് ഏതൊക്കെ നോക്കിയേ? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് പാസ്കല്. ദെൻ ബാർ ഉണ്ട്. 1 ബാർ എന്ന് പറയുന്നത് 10⁵ പാസ്കലാണ്. ദെൻ PSI ഉണ്ട്. ദെൻ കിലോഗ്രാം ഫോഴ്സ് പെർ സെന്റിമീറ്റർ സ്ക്വയർ ഉണ്ട്. 1 കിലോഗ്രാം ഫോഴ്സ് എന്ന് പറയുന്നത് 9.81 ന്യൂട്ടൺ എന്ന് പറഞ്ഞു. പിന്നെന്താണ്? ഹൈറ്റ് ഓഫ് ഫ്ലൂയിഡിന്റെ ടൈമിൽ നമുക്ക് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. ഓക്കെ, ഹൈറ്റ് ഓഫ് ഫ്ലൂയിഡ്. ഇനി ഈ
PSI എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം എന്താ ചോദിക്കാൻ സാധ്യതയില്ല, എന്നാലും PSIയുടെ ഫുൾ ഫോം എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്കും? PSI ബ്രിട്ടീഷ് യൂണിറ്റ് ആണ്, നമ്മൾ യൂസ് ചെയ്യാറില്ല. പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച്, പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച് കേട്ടോ, പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച്, അതാണ് PSIയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇനി അറ്റ്മോസ്ഫറിക് പ്രഷർ. അറ്റ്മോസ്ഫിയർ പ്രഷറിന് നമുക്ക് പല യൂണിറ്റ് ഉണ്ട് അതിന്. ഒന്നാമത്തെ യൂണിറ്റ് ആണ് ATM, ഇതാണ് ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്നത്. ATM ഓക്കെ, അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ 1 ATM ആണ്. ഓക്കെ, ഇനി അതിനെ വേറെ പല യൂണിറ്റിലേക്ക് മാറ്റുക. അത് മെർക്കൂറിയുടെ ഹൈറ്റ് പറയുകയാണെങ്കിൽ 1 ATM എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത് 760 mm of Hg ആണ്. 760 mm മില്ലിമീറ്റർ ആണ്, 760 mm of Hg ആണ്. ഈ വാട്ടറിന്റെ ടൈംസ് പറയുകയാണെങ്കിൽ കാണാതെ പഠിക്കുന്ന ഈ നമ്പർ ഇട്ടാ, ഈ നമ്പറൊക്കെ കാണാതെ പഠിച്ചോളണം. ഇതൊക്കെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ പോലെയുള്ള എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓവർസിയർ പോലെയുള്ള എക്സാമുകൾക്ക് ചോദിക്കും, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. 10.3 മീറ്റർ ഓഫ് വാട്ടർ ആണ്. അതുപോലെ തന്നെ 1.01325 ബാർ ആണ്. 1.01325 ബാർ. ഓക്കെ, ഈ നമ്പറും കാണാതെ പഠിക്കണം കേട്ടോ. 1 പോയിന്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു നമ്പർ 1.0325, 1.00125. ഓക്കെ, ഇതാണ് 01, 2 നമ്മൾ എഴുതിയില്ല, 3 എഴുതിയിട്ട് 2 എഴുതും, ദെൻ 5 എഴുതും, 4 ഇല്ല അതിൽ. 1.01325 ബാർ, ബാറിൽ പറയാന്. ഈ പാസ്കലിൽ പറയണമെങ്കിൽ ഇൻറ്റു 10⁵ അല്ലേ, 1.01325 ഇൻറ്റു 10⁵ ആട്ടോ, 105 അല്ല, 10⁵. 10⁵ പാസ്കൽ. ഓക്കെ, ഇനി കിലോ പാസ്കലിൽ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇതിനെ ഒരു 1000 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. ഈ സാധനത്തിന് ഇതിനൊരു 1000 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിലോ പാസ്കലായി. 1000 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 10⁵/10⁵3, 10⁵2 വരും അല്ലേ. അതായത് 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇതിനെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? 101.325, 101.325 കിലോ പാസ്കൽ എന്ന് വരും. 101.325 കിലോ പാസ്കൽ. അപ്പൊ അതും പ്രഷറിന്റെ മറ്റൊരു യൂണിറ്റ് ആണ്, സോറി, അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ മറ്റൊരു വാല്യൂ. ഇനി അത് PSI പറയുകയാണെങ്കിൽ 14.7 ആണ്. പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ചിൽ പറയുകയാണെങ്കിൽ 14.7. ഓക്കെ, അപ്പൊ ഇത്രയും വാല്യൂസ് കാണാൻ പഠിക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് പഠിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിന്നുള്ള മറ്റൊരു കാര്യം, ടോർ. അതായത് നമുക്ക് അറ്റ്മോസ്ഫിയർ പ്രഷറിന് നമുക്ക് വേണമെങ്കിൽ ടോറിന്റെ ടേംസിൽ പറയാം. അറ്റ്മോസ്ഫിയർ പ്രഷർ ഇസ് ഈക്വൽ ടു 760 ടോർ ആണ്. 760 ടോർ മറ്റൊരു യൂണിറ്റാ പ്രഷറിന്റെ. ടോർ 760 ടോർ. ഓക്കെ, 760 ടോർ. അതായത് ഓർത്തിരിക്കേണ്ട പോയിന്റ്, എക്സാമിനർക്ക് ചോദിക്കാം. 1 ടോർ ഈസ് ഈക്വൽ ടു എന്താണ്? 1 mm of Hg ആണ്. ഓക്കെ, 1 ടോർ ഈസ് ഈക്വൽ ടു 1 mm of Hg. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടുത്തെ പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ പ്രഷറിന്റെ ഡയമെൻഷൻ എന്താ? m L⁻⁻1 T⁻². m L⁻⁻1 T⁻². അതിന് കിട്ടണം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഡയമെൻഷൻ ഏതാ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, m L⁻⁻1 T⁻². ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് പ്രഷർ ഏതൊക്കെയാ നോക്കാം. അപ്പൊ നമ്മൾ പ്രഷറിന്റെ ഫണ്ടമെന്റൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏതൊക്കെയാ? പ്രഷർ, ഡെഫിനിഷൻ, അതിന്റെ യൂണിറ്റ്, അറ്റ്മോസ്ഫിയർ പ്രഷർ, അതിന്റെ പല പല കാര്യങ്ങൾ, പല പല യൂണിറ്റിലുള്ള വാല്യൂസ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഈ ബാരോമീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? ബാരോമീറ്റർ ലൈവിലുള്ളൊരു ആൻസർ പറയോ, അല്ലെങ്കിൽ കമന്റ് ചെയ്യോ, എന്തെങ്കിലും ചെയ്താൽ മതി. എയർ പ്രഷർ. ഓക്കെ,
ബാരോമീറ്റർ എന്തിനാ? ഈ അറ്റ്മോസ്ഫിയർ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് കേട്ടോ. അറ്റ്മോസ്ഫിയർ പ്രഷർ. ഈ അറ്റ്മോസ്ഫിയർ പ്രഷർ എല്ലായിടത്തും ഇത്ര ആയിരിക്കുമോ? ചെറിയ വേരിയേഷൻ ഉണ്ടാവും അല്ലെ? പല സ്ഥലത്തും പലതായിരിക്കും. അത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ആ വാല്യൂ എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ഭൂമിയുടെ സർഫസിലേക്ക് എല്ലായിടത്തും ഏകദേശം സെയിം തന്നെ ആയിരിക്കും, എന്നാലും ചെറിയ വേരിയേഷൻ ഉണ്ടാവും. അപ്പൊ അറ്റ്മോസ്ഫിയർ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ബാരോമീറ്റർ കേട്ടോ. അപ്പൊ ടൈപ്സ് ഓഫ് പ്രഷർ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രഷർ നോക്കുവാണ്. നമുക്ക് പ്രഷറിന് നമുക്ക് പലതായിട്ട് തിരിക്കാൻ പറ്റും. അബ്സല്യൂട്ട് സീറോ പ്രഷർ എന്ന് പറയുന്ന ഒരു പ്രഷർ ഉണ്ട്. അബ്സല്യൂട്ട് സീറോ പ്രഷർ. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്ന പ്രഷർ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ സംഭവം എന്നുള്ളത്. അറ്റ്മോസ്ഫിയർ പ്രഷർ, അബ്സല്യൂട്ട് സീറോ പ്രഷർ. അതുകൂടാതെ അബ്സല്യൂട്ട് പ്രഷർ ഉണ്ട്. അബ്സല്യൂട്ട് സീറോ പ്രഷറും അബ്സല്യൂട്ട് പ്രഷറും രണ്ടാണ് കേട്ടോ. അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്ന ഒരു പ്രഷർ ഉണ്ട്. അതുകൂടാതെ ഗേജ് പ്രഷർ എന്ന് വിളിക്കുന്ന മറ്റൊരു പ്രഷർ ഉണ്ട്. ഇതും കൂടാതെ വാക്വം പ്രഷർ എന്ന് വിളിക്കുന്ന മറ്റൊരു പ്രഷർ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പ്രഷറിന്റെ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അബ്സല്യൂട്ട് സീറോ. അബ്സല്യൂട്ട് സീറോ എന്താണ്? അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്, അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ പ്രഷറിന്റെ വാല്യൂ സീറോ. അവിടുത്തെ പ്രഷർ സീറോ ആണ്. സീറോ. ഓക്കെ, അതാണ് അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് സീറോ. ഞാൻ പോയിന്റ് പ്രത്യേകത പ്രഷർ സീറോ ആണ്. പ്രഷർ സീറോ ആണെങ്കിൽ ഈ പ്രഷർ എന്ന് പറഞ്ഞതിന്റെ ഒരു ടെക്നിക്കൽ ഡെഫിനേഷൻ എന്താണെന്ന് അറിയാമോ? പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മൈക്രോസ്കോപ്പിക്കലി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു കറക്റ്റ് എക്സാക്ട് ഡെഫിനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറ്റംസ് ഉണ്ടല്ലോ, ഇപ്പൊ കണ്ടെയ്നറിൽ എന്തെങ്കിലും ഗ്യാസോ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളമോ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ലിക്വിഡ് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഇതിന്റെ ആറ്റംസ് എന്ത് ചെയ്യും? ഈ ഇതിന്റെ കണ്ടെയ്നറിന്റെ വാളിൽ കൊണ്ട് ഇടിക്കും. ഓക്കെ, ഈ ആറ്റംസ് ഈ ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് മൂലമാണ് പ്രഷർ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അതാണ് അതിന്റെ എക്സാക്ട് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ മോളിക്യൂൾസ്, ഇതിന്റെ ഈ ഫ്ലൂയിഡിന്റെ മോളിക്യൂൾസ് അതിന്റെ വാളിന്റെ അല്ലെങ്കിൽ കണ്ടെയ്നറിന്റെ വാളില് കൊണ്ടേ ഇടിക്കുന്ന ഫോഴ്സ് മൂലം ഉണ്ടാകുന്നതാണ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രഷർ സീറോ ആണ്. പ്രഷർ സീറോ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം ഈ മോളിക്യൂൾസും ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നില്ല എന്നല്ലേ. മോളിക്യൂൾസ് ഈ വാളിൽ കൊണ്ട് ഇടിക്കുന്നില്ല. ഓക്കെ, ഇനി അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം എന്താ? മോളിക്യൂൾസ് വാളിൽ കൊണ്ടിടിക്കാത്തതിന് കാരണം, അതായത് മോളിക്യൂൾസ് നേരെ ഇവിടം വരെ വന്നിട്ട് നേരെ വാളിൽ കൊണ്ടിടിക്കാതെ മടങ്ങി പോവാണോ? അല്ല. എന്താ? ഈ മോളിക്യൂൾസ് മൂവ് ചെയ്യില്ല, അത് അനങ്ങാതിരിക്കും, അത് ഫ്രീസ് ആയിട്ടിരിക്കും. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ വേറെ രീതിയിൽ പറയും മോളിക്കുലർ ആക്ടിവിറ്റി സീസ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നു എന്ന് പറയും. അപ്പൊ അബ്സല്യൂട്ട് സീറോ പ്രഷറിൽ വെച്ച് എന്ത് സംഭവിക്കും? മോളിക്കുലർ ആക്ടിവിറ്റീസ് സീസ് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, മോളിക്യൂൾസ് അനങ്ങൂല, അത് ഫ്രീസ് ആയിട്ടിരിക്കും. ദാറ്റ് ഈസ് അബ്സല്യൂട്ട് സീറോ പ്രഷർ. നമുക്ക് ഈ അബ്സല്യൂട്ട് സീറോ പ്രഷർ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അത്രയും പ്രഷർ, ലോ പ്രഷർ അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അറ്റ്മോസ്ഫിയർ പ്രഷർ എന്താണെന്ന് അറിയാലോ? അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ട്? എയർ ഉണ്ട്. ഓക്കെ, എയർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ വേറൊരു പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ ഉണ്ട് എന്ന് പറയാം അല്ലെ. അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഈ അറ്റ്മോസ്ഫിയർ മൂലം, അറ്റ്മോസ്ഫിയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, വാട്ടർ വേപ്പർ അല്ലെ, ഇതെല്ലാം കൂടെ കൂടിയുള്ളതാണ്. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയർ എർത്തിന്റെ സർഫസിൽ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ മൂലം ഒരു സർഫസിൽ ഉണ്ടാകുന്ന പ്രഷർ, നമ്മൾ ആ പ്രഷർ നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം നമുക്ക് അത് ഡിഫോൾട്ട്, നമ്മൾ ജനിച്ചപ്പോൾ മുതൽ ആ പ്രഷർ നമ്മുടെ മേത്തുള്ളത് കൊണ്ട് നമുക്കത് ഫീൽ ചെയ്യില്ല. ആ സമയത്ത് വല്ല സ്പേസിൽ നിന്ന് തന്നെ ആളാന്ന് വിചാരിക്കാം, ഒരു ഏലിയനൊക്കെ ആണെങ്കിൽ അവർ ഭൂമിയിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവിടെ പ്രഷർ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അവർക്ക് ഭയങ്കര ഒരു വെയിറ്റ് ഒക്കെ നമ്മുടെ മേത്ത് അവരുടെ ശരീരത്തിൽ ഫീൽ ചെയ്യുമ്പോൾ തോന്നും. ഓക്കെ, സോ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എന്താണ്? അറ്റ്മോസ്ഫിയർ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷറാണ്. അത് മെഷർ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ബാരോമീറ്റർ വെച്ചിട്ടാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണത്. ബാരോമീറ്റർ വെച്ചിട്ടാണ് ഇത് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അത് കൂടുതലൊന്നും പഠിക്കാനൊന്നുമില്ല, അതുകൊണ്ടാണ് ടൈം നേരെ പോകണം. അടുത്ത ടോപ്പിക്കിലേക്ക് പോകണം. അതുകൊണ്ടാണ് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയും കേട്ടോ. നെക്സ്റ്റ് അബ്സല്യൂട്ട് പ്രഷർ. അബ്സല്യൂട്ട് സീറോ പ്രഷർ എന്ന് പറഞ്ഞാൽ സീറോ പ്രഷർ വാല്യൂ ആണ്. അവിടെ മോളിക്കുലർ ആക്ടിവിറ്റീസ് സീസ് ചെയ്യും. അബ്സല്യൂട്ട് പ്രഷർ, ഗേജ് പ്രഷർ, വാക്വം പ്രഷർ. ഇതെന്താന്ന് നോക്കാം. ഓക്കെ,
അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് പ്രഷർ വിച്ച് ഈസ് മെഷേർഡ് വിത്ത് റെഫറൻസ് ടു അബ്സല്യൂട്ട് സീറോ പ്രഷർ കേട്ടോ. അബ്സല്യൂട്ട് വാക്വം പ്രഷർ എന്ന് പറയുന്നതിനൊക്കെ നല്ലത് അബ്സല്യൂട്ട് സീറോ പ്രഷർ എന്ന് പറയുന്നതായിരിക്കും കേട്ടോ. ഇതായിരിക്കും കൂടെ കറക്റ്റ്. ഓക്കെ, ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. പ്രഷർ വിച്ച് ഈസ് മെഷേർഡ് വിത്ത് റെസ്പെക്ട് ടു അബ്സല്യൂട്ട് സീറോ പ്രഷർ, അതാണ് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. ഇറ്റ് കനോട്ട് ബി നെഗറ്റീവ്, അതിന്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അതായത് ഈ പ്രഷർ നമുക്ക് പല തട്ടുകളായിട്ട് ഇരിക്കാൻ പറ്റും. അബ്സല്യൂട്ട് സീറോന്റെ റെസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറായി കാണിച്ചിരിക്കുന്നത്. അതായത് ഇത് എന്ന് പറയുന്നത്, ഈ ലൈൻ എന്ന് പറയുന്നത് എന്താ, സീറോ പ്രഷറിന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈനാണ്. ഓക്കെ, ഇനി അതിന്റെ മുകളിൽ പല പല ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ലൈൻ ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് പർട്ടിക്കുലർ പ്രഷർ ആയിരിക്കും. അതിന് മുകളിൽ വേറെ ലൈൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ലൈൻ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഈ ലൈൻ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈനാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ, പി അറ്റ്മോസ്ഫിയറിന് എഴുതാനുണ്ടോ? ഓക്കെ, ഇനി ഈ ലൈൻ എന്ന് പറയുന്നത് അതിനേക്കാൾ ഇച്ചും കൂടി വലിയൊരു പ്രഷർ, അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ ഇച്ചും കൂടി വലിയൊരു പ്രഷർ. അതായത് പൈപ്പിന്റെ അകത്തോടെ ഒരു എന്തെങ്കിലും വാട്ടർ ഫ്ലോ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ അകത്തുള്ള പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ ഇച്ചും കൂടി വലുതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു സിലിണ്ടർ ഉണ്ട്, ആ സിലിണ്ടറിന്റെ അകത്ത് ഒരു ഗ്യാസ് ഉണ്ട്, ആ ഗ്യാസ് നമ്മൾ പിസ്റ്റം വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചേക്കാം, നന്നായിട്ട് കംപ്രസ് ചെയ്ത് വെച്ചേക്കാന്ന് വിചാരിക്കുക. ഇതിന്റെ അകത്തുള്ള പ്രഷർ എന്തായിരിക്കും? അല്പം കൂടി വലിയ പ്രഷർ ആയിരിക്കും. ഓക്കെ, സോ ആ പ്രഷറാണ് ഈ കാണിച്ചിരിക്കുന്നത് ലൈൻ വെച്ചിട്ട്. ഫസ്റ്റ് നമ്മുടെ അബ്സല്യൂട്ട് പ്രഷർ എന്താണെന്ന് പറയുന്നത്. അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് ഈ സീറോ പ്രഷറിനുണ്ടല്ലോ, അബ്സല്യൂട്ട് സീറോ പ്രഷർ, ഇത് റെഫറൻസ് ആയിട്ട് മെഷർ ചെയ്യുന്ന പ്രഷറിനെയാണ് അബ്സല്യൂട്ട് സീറോ പ്രഷർ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ വരും? അതായത് ഇപ്പൊ ഇതെന്താ, അത് നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ അല്പം കൂടി ഹൈ ആയിട്ടുള്ള ഒരു പ്രഷറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലൈനാണ്. സോ ഇവിടെ മുതൽ, അതായത് ഈ സീറോ മുതൽ അവിടം വരെയുള്ള പ്രഷർ, ഓക്കെ, ഈ വാല്യൂ, ഈ പ്രഷർ വാല്യൂ, അതാണ് എന്ത്, അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്ന സാധനം. ഓക്കെ, അതായത് ഈ പ്രഷറിന്റെ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് ഇത്രയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഇനി അറ്റ്മോസ്ഫിയർ പ്രഷർ, അതിന്റെ അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് സീറോന്ന് ഇവിടം വരെയുള്ള ആ മെഷർമെന്റ് ആണ് അബ്സല്യൂട്ട് പ്രഷർ. ഓക്കെ, ഈ പോയിന്റ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ അല്പം കുറഞ്ഞ പ്രഷറുള്ള ഏരിയ ആണ്. അപ്പൊ അവിടുത്തെ അബ്സല്യൂട്ട് പ്രഷർ എന്ന് വെച്ചാൽ പറ്റും ഇവിടം മുതൽ ഇവിടം വരെയുള്ള ആ വാല്യൂ. ഓക്കെ, ഇത് സീറോ ആണ്, ഇത് എത്രയാണ്, അതാണെന്ത് അവിടുത്തെ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, അബ്സല്യൂട്ട് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അബ്സല്യൂട്ട് സീറോ ആണ് അതിന്റെ റെഫറൻസ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് അത് മെഷർ ചെയ്യുന്നത്. അത് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് അബ്സല്യൂട്ട് പ്രഷർ. നെക്സ്റ്റ് ഈസ് ഗേജ് പ്രഷർ. എന്താ വെച്ചാൽ പ്രഷർ വിച്ച് ഈസ് മെഷേർഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് pressure measuring instrument which is in which the atmospheric pressure is taken as datum. Pressure measuring devices വെച്ചിട്ട്, അതായത് പ്രഷർ മെഷറിംഗ് ഡിവൈസസ് നമ്മൾ പഠിക്കുന്നുണ്ട്. പീസോമീറ്റർ ഉണ്ട്, മാനോമീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ മെക്കാനിക്കൽ ഗേജസ് ഉണ്ട്, ബട്ടൺ ട്യൂബ് ഉണ്ട്, കുറെ പ്രഷർ മെഷറിംഗ് ഡിവൈസസ് ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സർഫസിലൂടെ മൊത്തത്തിൽ എല്ലാത്തിനെ പറ്റി ധാരണ ഉണ്ടാവണം. സോ ആ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യുന്ന പ്രഷറാണ്. പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട് കിട്ടുമ്പോൾ ആ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ, അതാണ് എന്ത്, ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. ഗേജ് പ്രഷർ ഞാൻ ഈ ഫിഗർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നോക്കിയേ, ഗേജ് പ്രഷർ എന്ന് പറയുമ്പോൾ ഗേജ് പ്രഷറിൽ നമുക്ക് ഈ അറ്റ്മോസ്ഫിയർ പ്രഷർ സീറോ ആയിരിക്കും. സപ്പോസ് ഈ ഞാൻ ആദ്യം പറഞ്ഞ അതേ സിലിണ്ടർ, ആ സിലിണ്ടറിന്റെ അകത്ത് കുറെ ഗ്യാസ് ഉണ്ട്, അത് അല്പം ഹൈലി കംപ്രസ്ഡ് ആയിട്ട് വെച്ചേക്കാന്ന് വിചാരിക്കും. ഇതിന് മുകളിൽ എന്തെങ്കിലും പ്രഷർ ഗേജ് വെച്ചേക്കാന്ന് വിചാരിക്കാം. ഓക്കെ, പ്രഷർ ഗേജ് എന്ന് പറയുന്നത് എന്താ, പ്രഷർ മെഷർ ചെയ്യുന്ന സാധനം. ഇവിടെ കുറെ നമ്പേഴ്സ് ഒക്കെ ഉണ്ടാവും, ഇവിടെ ഒരു സൂചി ഉണ്ടാവും. ആ സൂചി അങ്ങോട്ട് മുമ്പ് പ്രഷർ എത്രയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഇതൊരു പ്രഷർ ഗേജ് ആണ്. ഈ പ്രഷർ ഗേജ് എന്താ മെഷർ ചെയ്യുക, എന്തുമാത്രമാണ് ഇതിന്റെ അകത്തെ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ കൂടുതൽ എന്നുള്ളതാണ് മെഷർ ചെയ്യുക. ഇതൊരിക്കലും അബ്സല്യൂട്ട് പ്രഷർ മെഷർ ചെയ്യില്ല. ഓക്കെ, അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ എന്തുമാത്രം കൂടുതലാണ് ഒരു പർട്ടിക്കുലർ പോയിന്റിലെ പ്രഷർ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഇത് മെഷർ ചെയ്യുക. ഓക്കെ, സോ ഈ പോയിന്റിലെ ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടം മുതൽ ഇവിടം വരെയുള്ള
ആ ഹൈറ്റ്. ഓക്കെ, ആ ദൂരം. അതായത് അറ്റ്മോസ്ഫിയർ പ്രഷർ എത്രയാണെങ്കിൽ 1 ബാർ ആണെന്ന് വിചാരിക്കുക. 1 ബാർ ഇതാണ്. ഇത് സപ്പോസ് 3 ബാർ ആണെന്ന് വിചാരിക്കുക. സോ ഇവിടുത്തെ ഗേജ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? 3 ബാർ മൈനസ് 1 ബാർ, 2 ബാർ. ഓക്കെ, ഗേജ് പ്രഷർ 3 ബാർ എന്ന് പറയുന്ന അവിടുത്തെ അബ്സല്യൂട്ട് പ്രഷർ ആണ് വിത്ത് റെസ്പെക്ട് ടു 0. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞോളൂ കേട്ടോ. സോ ഗേജ് പ്രഷർ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റെഫറൻസ് ആക്കി എടുക്കുന്ന അറ്റ്മോസ്ഫിയർ പ്രഷറെയാണ്. അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ് അവിടെ റെഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ നമ്മുടെ അബ്സല്യൂട്ട് 0 അല്ല. നമ്മുടെ പ്രഷർ മെഷർ ചെയ്യുന്ന എല്ലാ ഡിവൈസസും ഗേജ് പ്രഷർ ആണ് കാണിക്കുക. അതായത് അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ എന്തുമാത്രമാണ് ഒരു സ്ഥലത്തെ പ്രഷർ, അത് ഫിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തെ പ്രഷർ എന്ന് മാത്രമേ അത് കാണിക്കുള്ളൂ. നെക്സ്റ്റ് ആണ് വാക്വം പ്രഷർ. വാക്വം പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ താഴെയുള്ള പ്രഷറിനെ ഒക്കെ നമുക്ക് വാക്വം പ്രഷർ എന്ന് വിളിക്കാം. അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ താഴെയുള്ള പ്രഷറിനെ നമുക്ക് വാക്വം പ്രഷർ എന്ന് വിളിക്കാം. ഓക്കെ, എവിടെയാണ് ഈ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ താഴെയുള്ള പ്രഷർ വരിക? നിങ്ങൾക്ക് 1-2 എക്സാമ്പിൾ പറയാൻ പറ്റും ആരെങ്കിലും? അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ താഴെയുള്ള പ്രഷർ വരുന്ന ഏരിയാസ് എവിടെ? സ്പേസ് അല്ലേ? സ്പേസിലെ പ്രഷർ എത്രയാണ്? 0 ആണോ? വാക്വമാണോ അവിടെ അല്ലേ? അവിടുത്തെ പ്രഷർ 0 ആണോ? അല്ല, പ്രഷർ 0 അല്ല. നമുക്കൊരു റോങ് നോഷൻ ഉണ്ട്. എന്താ? സ്പേസിൽ പ്രഷർ 0 എന്നുള്ളത്. അവിടെ വാക്കമാണല്ലോ, ശൂന്യതയാണല്ലോ, പ്രഷർ ഇല്ല എന്ന് വിചാരിക്കരുത്. പ്രഷർ ഉണ്ട്, പക്ഷെ എന്താണ്? അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ കുറവായിരിക്കും. ഓക്കെ, വാക്വം ക്ലീനർ, വാക്വം ക്ലീനറിൽ എന്താണ്? അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ കുറവായിരിക്കും അതിന്റെ വാക്വം ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രഷർ. ഐസി എഞ്ചിനിൽ നമ്മൾ സക്ഷൻ സ്ട്രോക്കിന്റെ സമയത്ത് സിലിണ്ടറിന്റെ അകത്തെ പ്രഷർ എന്താ? വാക്വം പ്രഷറാ. എന്താണ്? അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ കുറവാണ് അവിടുത്തെ പ്രഷർ. സോ പ്രഷർ ബിലോ അറ്റ്മോസ്ഫിയർ പ്രഷർ, അതിനെയാണ് നമ്മൾ വാക്വം പ്രഷർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, വാക്വം പ്രഷർ. അപ്പൊ അതിന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും എപ്പോഴും കേട്ടോ, നെഗറ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് ഈ 2 ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്, അബ്സല്യൂട്ട് പ്രഷർ പി അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് അത് ഫിഗറിൽ നമുക്ക് എഴുതാൻ പറ്റും. ഈ പോയിന്റിലെ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അബ്സല്യൂട്ട് ഇക്വേഷൻ വെച്ചിട്ട് ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കാം, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ തന്നെ ചോദിക്കാം കേട്ടോ. അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ്മോസ്ഫിയർ പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ ആണ് അല്ലേ? അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ എന്തുമാത്രം കൂടുതലാണ് ഒരു സ്ഥലത്തെ പ്രഷർ, അതിൽ അബ്സല്യൂട്ട് പ്രഷർ. സോറി, വിത്ത് റെസ്പെക്ട് ടു അബ്സല്യൂട്ട് 0 റെഫറൻസ് ആക്കി വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന പ്രഷറാണ് അബ്സല്യൂട്ട് പ്രഷർ. സോ എന്ന് പറയുന്നത് എന്താണ്? അറ്റ്മോസ്ഫിയർ പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ, അതായത് നമ്മൾ ആ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ഉപയോഗിച്ച് മെഷർ ചെയ്യുന്ന ആ പ്രഷർ, അത് പ്ലസ് അറ്റ്മോസ്ഫിയർ പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ അബ്സല്യൂട്ട് പ്രഷർ കിട്ടും. ഓക്കെ, ഈ വാക്വം പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടം മുതൽ ഇവിടം വരെ ഉള്ള ആ ഡിസ്റ്റൻസിനെയാണ് വാക്വം പ്രഷർ എന്ന് പറയുന്നത്. പി വാക്വം ഫിഗറിൽ നിന്ന് നമുക്ക് കിട്ടും. എന്താ പി വാക്വം എന്ന് പറയുന്നത്? എന്താണ്? എന്താണ് പി വാക്വം എന്ന് പറഞ്ഞാൽ? ഈ ഡിസ്റ്റൻസ് അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് അബ്സല്യൂട്ട് പ്രഷർ. ഓക്കെ, അബ്സല്യൂട്ട് പ്രഷർ അതാണ് പി വാക്വം എന്ന് പറയുന്നത്. ഇനിയിപ്പോ അബ്സല്യൂട്ട് പ്രഷർ ഇവിടുത്തെ ഇതാണല്ലോ, ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ് മൈനസ് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എന്താ? അപ്പോഴും നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടുള്ളൂ, ഇതിന്റെ നെഗറ്റീവ് വാല്യൂ കിട്ടുള്ളൂ, മൈനസ് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മൈനസ് വന്നു കഴിഞ്ഞാൽ പ്രഷർ -6 ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ കുറവാണെന്ന് എൻ്റെ അർത്ഥം. ഓക്കെ, -6 കേട്ടോ. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. സോ ഇതാണ് 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് പാസ്കൽസ് ലോ. പ്രഷർ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രഷർ കഴിഞ്ഞു. ഇനി നമുക്ക് കൂടുതൽ പഠിക്കേണ്ട നെക്സ്റ്റ് പോയിന്റ് ആണ് പാസ്കൽസ് ലോ.
നമ്മൾ പഠിച്ചിട്ടുള്ളല്ലേ, നമ്മൾ +2 ഫിസിക്സിനൊക്കെ പഠിച്ചിട്ടുള്ള പാസ്കൽസ് ലോ. നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. എന്താ പാസ്കൽസ് ലോ പറയുന്നത്? പ്രഷർ അപ്ലൈഡ് ടു എനി ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഈസ് ട്രാൻസ്മിറ്റഡ് ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻസ് ത്രൂ ഔട്ട് ദി ഫ്ലൂയിഡ്. എന്താ? ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്, ഇതൊരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡാ. എക്സാമ്പിൾ വാട്ടർ. സമയത്ത് എയർ എന്താണ്? ഒരു കംപ്രസിബിൾ ഫ്ലൂയിഡാ. ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ, നമ്മളോട് ഒരു പ്രഷർ എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രഷർ എല്ലാ പോയിന്റിലും ഉണ്ടാവും. ഈ ഫ്ലൂയിഡിന്റെ എല്ലാ സ്ഥലത്തേക്കും അത് ഈക്വലി ട്രാൻസ്മിറ്റ് ചെയ്യും. അത് ഇവിടെയും ഈ സെയിം പ്രഷർ ആക്ട് ചെയ്യും. ഓക്കെ, സപ്പോസ് നമ്മൾ ഇവിടെ F1 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് പ്രയോഗിക്കാന്ന് വിചാരിക്കാം. ഈ ഏരിയ എന്ന് പറയുന്നത് A1 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെയുള്ള പ്രഷർ എത്രയായിരിക്കും? P1 എന്ന് പറഞ്ഞാൽ F1/A1 ആയിരിക്കും. ഓക്കെ, F1/A1. നോട്ട് ദി പോയിന്റ് A1 എന്ന് പറയുന്ന അല്പം ചെറിയ വാല്യൂ ആണ് അല്ലെ, ചെറിയ ഏരിയ ആണ് കമ്പയർഡ് ടു A2. ഈ ഏരിയ A2 ആണ് കേട്ടോ, A2. സിമിലർലി നമ്മളിവിടെ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നു, ഇവിടുത്തെ ഏരിയ A1 ആണ്. ഓക്കെ, സോറി, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഇവിടുത്തെ ഏരിയ A1 ആണ്. സ്വാഭാവികമായിട്ടും ഇവിടെ മുകളിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, ആ ഫോഴ്സ് F2 ആണെന്ന് വിചാരിക്കാം, മുകളിലേക്ക് ഉണ്ടാകുന്ന ഫോഴ്സ്. ഓക്കെ, ഈ ഏരിയ A2 എന്ന് വിചാരിക്കാം. നോട്ട് ദി പോയിന്റ് A2 എന്ന് പറയുന്നത് അല്പം വലിയ ഏരിയ ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് F2/A2 ആണ്. F2/A2. സോ അക്കോർഡിംഗ് ടു ദി പാസ്കൽസ് ലോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? F1/A1 ഈസ് ഈക്വൽ ടു F2/A2. ഓക്കെ, ഇതാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. F1/A1 ഈസ് ഈക്വൽ ടു F2/A2. ഓക്കെ, സോ ദാറ്റ് ഈസ് പാസ്കൽസ് ലോ. ഇനി ഒരു മറ്റൊരു പ്രത്യേകത എന്താണ്? നോക്കി, A1ന്റെ വാല്യൂ ചെറുതാണ്, ദിസ് ഈസ് വെരി സ്മോൾ അല്ലെ, ചെറിയ വാല്യൂ. A2ന്റെ വാല്യൂ എന്താ? വലുതാണ്, വലിയ വാല്യൂ ആണ്. ഓക്കെ, സോ ഇങ്ങനെ ആക്കി എന്താ ഗുണമുള്ളത്? നമ്മൾ ജസ്റ്റ് F2/F1 ചെയ്ത് നോക്കാം നമുക്ക്. F2/F1 ഈസ് ഈക്വൽ ടു A2/A1 എന്ന് വരും അല്ലെ. A2 ഇവിടെ പോവും, F1 അവിടെ പോവും. സിൻസ് A2 is much greater than A1, A2 is much greater than A1, നമുക്ക് എന്താ പറയാൻ പറ്റും? ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താ? ഒരു 3 or 4 ഒക്കെ ആയിരിക്കും ചിലപ്പോൾ. 3 times ആണെങ്കിൽ A2 A1ന്റെ 3 മടങ്ങാണെങ്കിൽ 3 ആവും, 4 മടങ്ങാണെങ്കിൽ 4 ആയിരിക്കും, 10 മടങ്ങാണെങ്കിൽ 10 ആയിരിക്കും അല്ലെ. സോ F2/F1 ഈസ് എന്താണ്? A2/A1 ആയിരിക്കും. ദാറ്റ് മീൻസ് F2 will be greater than F1 അല്ലെ. F2 will be greater than F1. നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഫോഴ്സിനേക്കാൾ വലുതായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന ഫോഴ്സ്. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈഡ്രോളിക് റാം അല്ലെ, ഹൈഡ്രോളിക് റാമിലൊക്കെ നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാൻ പറ്റും. ചെറിയ ഫോഴ്സ് നമ്മൾ ഇവിടെ കൊടുക്കുന്നു, ഇവിടെ വലിയൊരു കാർ അങ്ങ് മുകളിലേക്ക് പോകുന്നു, വലിയ ഫോഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് പാസ്കൽസ് ലോ. ഇവിടുന്ന് പഠിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, F1/A1 ഈസ് ഈക്വൽ ടു F2/A2. F1/A1 is equal to F2/A2. That's all about Pascal's law.